ആർത്തലമെല്ലാം ഉടയവനേ ശരണാമി ശിവായ മഹനീയം നിന്നാലയം മാനവരം തൊട്ടുതിൻ സ്തുതികൾ ആരാധനയേ സ്തുതിക്ക് നാഥൻ മാണരുളിയിടുന്നു പാരിൽ മുഴുവനും ആനന്ദം ഓണമുടാർത്തു വിളിച്ചിടാം സ്തുതിഗീതങ്ങൾ പാടിടാം സരഘോഷത്താരരുവികളും ആഴിയും അതിലെ ജീവികളും ഊഴിയും അതിലെ നിവാസികളും സ്വരപുഞ്ചത്തിലുയർന്നേ സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ പ്രതിഷ്ഠാകുന്ന അങ്ങേ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞോടിയോട് തീർക്കുന്ന സഭയും നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മാറ്റപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലെല്ലാവരുടെയും സൃഷ്ടാവാകുന്നു സകലത്തിന്റെയും നാഥായ നയിക്കൂ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. യേശുനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ,
സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമൊഴി നിന്നെ നമിച്ചതു കേൾക്കുന്നു സമാധാനമോടുകൂടെ എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പാടിടുവിൻ സർവ്വമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ പരിപാവനാം ഭഗവാനേ പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുരക്ഷനും ബലവാനോമർപ്പിതമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരി, നിങ്ങൾ എന്റെ ശ്രദ്ധയോടെ കേൾക്കുകയും പുറപ്പാട് പുസ്തകമായ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകൾ ചെത്തിയെടുക്കുക. നീ ഒളിച്ചു കളഞ്ഞ പലകളിലുണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറാക്കി സീനായ് മലയുടെ മുകളിൽ എന്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം. ആരും നിന്നോടൊന്നിച്ച് കയറി വരുന്നത്, മലയിൽ നിന്നും ആരും ഉണ്ടായിരിക്കുകയുള്ളത്. മലയുടെ അടുത്തെങ്ങും ആടുകളോ വീഴരുത്. ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകൾ മോശ ചെത്തിയെടുക്കുന്നു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ കൽപ്പലകൾ കയ്യെടുത്ത് സീനായ് മലയിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന് തന്നെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായിട്ടുള്ളൂ, ഗോവിന്ദനിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുതാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ ദിനം തന്നെ പിതാകാരിച്ചു. അവൻ പറഞ്ഞു, അങ്ങയുടെ സമയത്തിന് വേണ്ടി കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുഷ്കാട്ടിക്കാരാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യുകയും
സഹോദരൻ സഹോദരർക്ക് സത്യാവശ്യമായ ബാബുപുത്രയുടെ വസിക്കുന്ന നിങ്ങൾ സിയയിലേക്ക് അയച്ചുവിടുക. നിങ്ങളെ കവർച്ച ചെയ്ത ജനങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ മാത്രം തന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അപ്രത്യക്ഷമായാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളെ കർത്താവായ അവിടുത്തെ ചെയ്യുന്നു. ഞാൻ അവരുടെ മേൽ കയ്യാവും, അവരെ സേവിച്ചവർക്ക് അവർ കൊള്ളമുതലാകും. സൈന്യങ്ങളെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങളായിരിക്കും. സിയപുത്രി പാടി വസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് ചെയ്യുന്നു. അന്ന് അനേക ജനതകൾ കർത്താവിനോട് ചെയ്യും, അവരെന്റെ ജനമാവും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധദേശത്ത് തന്റെ ജനതയായി യൂദയെ സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കും. മറ്റേ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കുവിൻ. അവിടുത്തെ തന്റെ വിശ്വാസത്തിൽ എഴുതിയിരിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വീകരിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമൊഴിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ സഹോദരി ഒരുപാട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടൽ അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുക്കിയ മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയ സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോട് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ വഴികളിൽ നിന്ന് കണ്ണീർ വയ്ക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറിവയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവനും ജീവജലത്തിന്റെ ഓർമ്മയിൽ സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം ഭരിക്കുന്നവനെയൊക്കെ എല്ലാം അവകാശമായിരിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച് നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ഈശോമിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവിടുത്തെ അമ്മയായ മറിയം യൗസേപ്പിന് വിവാഹ സമ്മതം നൽകിയിരിക്കെ അവർ ഒരുമിച്ച് വസിക്കുന്നതിന് മുൻപ്
മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായിരുന്നു. അവൾക്ക് അപമാനം വരുത്തി വയ്ക്കാൻ അദ്ദേഹത്തിന് മനസ്സുമില്ലായിരുന്നു. അതുകൊണ്ട് രഹസ്യമായി അവരെ ഉപേക്ഷിക്കാൻ അദ്ദേഹം വിചാരിച്ചു. ഇതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസേഫേ, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവിടുത്തേക്ക് ഈശോ എന്ന് പേരിടണം. എന്നാൽ അവിടുന്ന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ അറിയപ്പെടും എന്ന് പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തിരുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇവയൊക്കെ സംഭവിച്ചത്. യോസേഫ് ഗർഭത്തിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുകയും മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. മറിയം പുത്രനെ പ്രസവിച്ചതുവരെ അദ്ദേഹം അവരുമായി സംഗമിച്ചില്ല. അവൻ ശിശുവിന് ഈശോ എന്ന് നാമകരണം ചെയ്തു. ക്രിസ്മസിന്റെ തലേ ഞായറാഴ്ച മംഗളവാർത്തക്കാലത്തിന്റെ 4ാമത്തെ ആഴ്ചയുമാണ്. ക്രിസ്മസിനായിട്ടൊക്കെ ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന അവസരം. ഈശോ നമ്മുടെ ലോകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ടൊക്കെ നമ്മളത് സ്വീകരിക്കുവാൻ, അങ്ങനെ ഒരുക്കമുള്ളവരായിരിക്കുവാനൊക്കെയുള്ള ഒരവസരം. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നത് പേരിടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. സുവിശേഷത്തിൽ വായിച്ചു കേട്ടു. എമ്മാനുവേൽ എന്നവൻ അറിയപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ. ഇപ്പൊ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന അവസരമാണ്. അപ്പൊ ഇത് ഇന്നത്തെ വായനകളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിലേ അവിടെ ദൈവാനുഭവവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ഒക്കെ ഉണ്ടാവുള്ളൂ, സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ഈശോ എൻ്റെ കൂടെ വസിക്കുന്നുണ്ട്, ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ആദ്യത്തെ വായനയിലെ നമ്മൾ വായിച്ചു കേട്ടതാണ് പുറപ്പാടിന്റെ പുസ്തകത്തില്. അവിടെ മോശ കർത്താവിനോട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ വരണമേ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ, ഞങ്ങളെ തനിയെ വിടരുത്, ഞങ്ങളെ അനാഥരായിട്ട് വിടരുത്, ഞങ്ങളുടെ കൂടെ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് പറയുന്നതായിട്ടുള്ള ആ ഭാഗമാണ് നമ്മൾ ആദ്യത്തെ വായനയിലെ പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായനയിലെ നമ്മൾ ശ്രമിച്ചത്. അതുപോലെ രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ സക്രിയ പ്രവാചകന്റെ ആ ദീർഘദർശനമാണ്. ദൈവം ഈശോയുടെ ജനനത്തെ, തിരുപ്പിറവിയെ കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങൾ പറയുമ്പോൾ ദൈവം നിന്നോട് കൂടെ, ഇതാണ് അവിടെ പറയുന്നത്. ദൈവം നിങ്ങളുടെ കൂടെ വസിക്കും, നിങ്ങളുടെ കൂടെ വസിക്കുന്നവനാണ്, നിങ്ങളുടെ കൂടെ വസിക്കേണ്ടവനാണ്, നിങ്ങളെ ഇട്ടിട്ട് പോകുന്നതല്ല. നമ്മുടെ ദൈവത്തിന്റെ പരിപാലനയെ കുറിച്ചൊക്കെ നമ്മള് പറയാറൊക്കെയുണ്ട്. ദൈവ പരിപാലന എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമാണ് ദൈവ പരിപാലന. അതായത് നമ്മളെ സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന ദൈവം. അപ്പൊ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, എപ്പോഴും നാം എവിടെ ആയിരുന്നാലും കൂടെ വസിക്കുന്നവനായ ദൈവത്തിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ വായനയിലേക്ക് വരുമ്പോഴും വെളിപാടിന്റെ പുസ്തകത്തിലൊക്കെ പറയുന്നതും ഒക്കെ ഇതൊക്കെ തന്നെ. ഞാൻ ആദ്യവും അന്ത്യവും, ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ. അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. ഇപ്പോൾ ഈശോയുടെ ജനനത്തെ കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്.
തിരുപ്പിറവിയുടെ തലേ ഞായറാഴ്ച നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സഭ തന്നിരിക്കുന്ന ആ ഒരു സുവിശേഷ ഭാഗം. ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ. സാധാരണ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിച്ച് ഈ ഈശോയുടെ അല്ലെങ്കിൽ രക്ഷകന്റെ ലോകത്തിലേക്കുള്ള വരവിലെ കുടുംബനാഥൻ എന്നുള്ള നിലയിൽ യൗസേപ്പിന്റെ പങ്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യൗസേപ്പിനോടാണ് ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിലാണെങ്കിലും വന്ന് പറയുന്നു, ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ യൗസേപ്പ് ഇങ്ങനെ മടിച്ച് അല്ലെങ്കിൽ ശങ്കിച്ച് നിൽക്കുമ്പോൾ മറിയം താനുമായിട്ട് സംഭവിക്കുന്നതിന് മുൻപ് ഗർഭിണിയായിട്ട് കാണപ്പെട്ടപ്പോൾ ആകപ്പാടെ അസ്വസ്ഥനായ യൗസേപ്പിന്റെ മക്കളെ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുകയാണ്, നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭവതിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ആ ജനനം അത് പരിശുദ്ധാത്മാവിനുള്ളതാണ്. അതുപോലെ തന്നെ മറിയത്തിന്റെ ഗർഭധാരണം കന്യാജനനമാണ്, കന്യകയാണ് മറിയം. ഇതൊക്കെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും ഈ തിരുവചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുമൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പലരുമൊക്കെ അതും ഇതൊക്കെ പറയുമ്പോഴേ നമുക്കതിന്റെ ബോധ്യം നമുക്ക് വേണം, നമുക്കത് പറഞ്ഞു കൊടുക്കുവാനായിട്ടൊക്കെ സാധിക്കണം. ഇപ്പൊ രക്ഷകന്റെ വരവില് മറിയത്തിന് മാത്രമല്ല യൗസേപ്പിനും പങ്കുണ്ട്. യൗസേപ്പ് ഭൂമിയിലെ പിതാവ് എന്നുള്ള നിലയിലല്ല, ഈ ശിശുവിന്റെ അപ്പൻ എന്നുള്ള നിലയിലല്ല, പക്ഷെ ശിശുവിന്റെ സംരക്ഷകൻ, മറിയത്തിന്റെ സംരക്ഷകൻ, തിരുകുടുംബത്തിന്റെ നാഥൻ. ഈ രീതിയിലാണ് യൗസേപ്പിന്റെ റോൾ നമ്മൾ അവിടെ കാണുക. ഓരോ കുടുംബനാഥന്റെയും റോൾ ഇതൊക്കെ തന്നെ. ഒരു കുടുംബത്തിന്റെ നാഥനാണ്, കുടുംബത്തിന്റെ സംരക്ഷകനാണ്, അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ഭാര്യയുടെ ഒക്കെ സംരക്ഷകൻ. ഇപ്പൊ യൗസേപ്പ് ആ കടമകളൊക്കെ വളരെ ഭംഗിയായിട്ട് നിറവേറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. തിരുകുടുംബത്തെ സംരക്ഷിക്കുന്നവന് എല്ലാ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നൊക്കെ ഈ തിരുകുടുംബത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറിയത്തെ വേണമെങ്കിൽ യൗസേപ്പിന് യഹൂദ നിയമം അനുസരിച്ച് വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വിട്ടുകൊടുക്കാം. പക്ഷെ നീതിമാനായി യൗസേപ്പ് അതൊന്നും മുതലാതെ മറിയത്തെ സ്വീകരിക്കുകയും മറിയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി, ഇതൊക്കെ നമ്മളെയൊക്കെ നമ്മുടെ ജീവിതത്തിലുമൊക്കെ കണ്ടും മനസ്സിലാക്കേണ്ടതാണ്. ഒരു ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്. ഒരു കുടുംബത്തിന്റെ നാഥൻ എന്നുള്ള നിലയിൽ കുടുംബനാഥൻ അപ്പൻ എങ്ങനെ തന്റെ ഉത്തരവാദിത്വം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്തുമാത്രം ഭംഗിയായിട്ട് നിറവേറ്റുന്നു. അതുപോലെ ഒരമ്മ കുടുംബനാഥ എന്നുള്ള നിലയില് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ജീവിത പങ്കാളിയോടും മക്കളോടും കുടുംബത്തോടും ഒക്കെയുള്ള ആ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെ നിറവേറ്റുന്നു എന്ന് ചിന്തിക്കാനായിട്ട് കൂടിയാണ് ഈ തിരുവചന ഭാഗമൊക്കെ നമുക്കിങ്ങനെ തരുന്നത്. നമ്മളുമൊക്കെ ഇതിലേക്ക് വിളിക്കപ്പെട്ടവർ. നമ്മുടെ ഈശോയുടെ ആ തിരുപ്പിറവിയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈശോയെ എന്നിലേക്ക് വരണമേ, ഈശോയുമായിട്ട് ഒന്നായി തീരുവാനുള്ള നമ്മുടെ അദമ്യമായ ആഗ്രഹം. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നു, അതാണ് പേര് പറഞ്ഞത് എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ. ഈശോ വന്ന് വസിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. ഇപ്പൊ നാം എവിടെ പോയാലും നമ്മുടെ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ അടുക്കളയിലോ കൃഷിസ്ഥലത്തോ എവിടെയാണെങ്കിലും ഈശോ എന്റെ കൂടെ ഉണ്ട്. ഈ ഒരു പ്രായോഗികമായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം പ്രിയമുള്ളവർ. ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എന്നെ നയിക്കുന്നു. ആ ഈശോ എന്നെ നയിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ആ ഈശോയോട് ചേർന്ന് ഞാനും ജീവിക്കണം. ഇപ്പം മോശ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂടെ വരണമേ. സഖറിയ പ്രവാചകൻ ഒക്കെ പറയുന്നു, പ്രവചനത്തിൽ പറയുന്നു, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ഇതിന്റെ കൂടെ വസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും കടമകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ പ്രിയമുള്ളവരെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. യൗസേപ്പിനെ പോലെ പരിശുദ്ധ അമ്മയെ പോലെ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുവാൻ ഒപ്പം നമ്മുടെ കൂടെ ദൈവം വസിക്കുവാനായിട്ടും ഇടയാകും. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാകട്ടെ എന്ന് അറിയപ്പെടുന്നത്
കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 16,242. ഈ കുർബാനയ്ക്ക് ശേഷം പാരിഷ് കൗൺസിൽ യോഗം ഉണ്ടായിരിക്കുന്നതാണ്. കൗൺസിലിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള എല്ലാ അംഗങ്ങളും ഈ പാരിഷ് കൗൺസിൽ യോഗത്തിന് കൂടെ പങ്കെടുക്കേണ്ടതാണ്. പാരിഷ് കൗൺസിൽ ബോർഡിൽ വെച്ചായിരിക്കും ഇന്നത്തെ യോഗം. ഇന്ന് വൈകിട്ട് 4:30 കുർബാനയ്ക്ക് ശേഷം ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ വചന തിരുമണിക്കൂറായിട്ട് നമ്മളിന്ന് ആചരിക്കുകയാണ്. KCBCയും അതുപോലെ തന്നെ നമ്മുടെ അതിരൂപതയും ഒക്കെ പ്രത്യേകമായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ വചന തിരുമണിക്കൂർ, അത് തന്നെ മാധ്യമ വിമുക്ത മണിക്കൂറായിട്ട് ആചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് 7 മണി മുതൽ 8 മണി വരെ TV-യും മൊബൈൽ ഫോണും മറ്റ് ഇന്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂർ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് വചനം വായിച്ച് ധ്യാനിക്കുവാനും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്താനും ഒക്കെയായിട്ട് നമുക്കിന്ന് സാധിക്കാവുന്നത്. എല്ലാവരും ഇത് പ്രത്യേകമായിട്ട് നിറവേറ്റുന്നതിന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയും സാധാരണ എല്ലാ ദിവസവും ഒരു തിരുമണിക്കൂർ, കുടുംബത്തിൻ്റെ തിരുമണിക്കൂർ, 1 മണിക്കൂർ നമ്മുടെ പ്രാർത്ഥനയും ഭക്ഷണവും എല്ലാം കൂടെ ഈ TV-യും എല്ലാം ഓഫ് ചെയ്തിട്ട് മൊബൈലും ഒക്കെ ഓഫ് ചെയ്ത് ഒന്നിച്ചിരുന്നും പ്രാർത്ഥിക്കുക, ഒന്നിച്ചിരുന്നും ഭക്ഷിക്കുക. ഇന്ന് അതിലെ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വചനം വായിച്ചുകൊണ്ടുമൊക്കെ നമുക്ക് 1 മണിക്കൂർ ആചരിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ബൈബിൾ ഞായറാഴ്ച ആയിട്ട് കൂടെ ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ആവശ്യപ്പെട്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും കുടുംബനാഥയും മക്കളും ഒക്കെ എല്ലാവരും അന്നുകൂടി ആ സമയത്ത് വീട്ടിലുണ്ടായിരിക്കുകയും മൊബൈൽ ഫോണും ഒക്കെ എല്ലാം ഓഫ് ചെയ്തിട്ട് വചനം വായിച്ച് ഒരാൾ ഉറക്കെ വായിക്കുക, മറ്റുള്ളവർ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് കുടുംബ പ്രാർത്ഥന ജപമാലയും ഒക്കെ അർപ്പിച്ച് ഒക്കെ ആ 1 മണിക്ക് 8 മണി വരെ 7 മുതൽ 8 മണി വരെ ഈ സമയം എല്ലാവരും കൃത്യമായിട്ട് പാലിക്കുക. നമ്മുടെ ഇടവക സമൂഹം, അതുപോലെ നമ്മുടെ അതിരൂപത മുഴുവനും, കേരള സഭ മുഴുവനും, കത്തോലിക്ക സഭ മുഴുവനും ഇങ്ങനെ ഈ ഒരു തിരുമണിക്കൂർ ആചരിക്കുകയും അവരെല്ലാവരും പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇന്ന് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ കഴിഞ്ഞ ഞായറാഴ്ച സൂചിപ്പിച്ചിരുന്നതുപോലെ 3 സമയങ്ങളിലായിട്ട് നമ്മൾ നടത്തുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കുർബാനയിലെ 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഈ കുർബാനയിൽ പങ്കെടുത്ത് അതിനുശേഷം വിശുദ്ധ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുക്കും. അപ്പോൾ കുട്ടികളൊക്കെ നേരത്തെ വരാനായിട്ടുള്ള ശ്രദ്ധിക്കുക. 7 മണിക്ക് മുമ്പ് വന്ന് പള്ളിക്കകത്ത് പ്രവേശിച്ച് കുർബാനയിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന കാര്യം. അതുപോലെ മറ്റ് ക്ലാസ്സിലെ ക്ലാസ് പറഞ്ഞതുപോലെ തന്നെ പങ്കെടുക്കും. ഇന്ന് കുർബാനയ്ക്ക് ശേഷം യുവതി ഭാരവാഹികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതാണ്. എല്ലാ യുവതി അംഗങ്ങളും പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 3:30 വരെ ലോഗോസ് മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കും. അതുപോലെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വെള്ളിയാഴ്ച രാത്രി 9:30 നമ്മുടെ ക്രിസ്മസിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. പിറവിയുടെ കർമ്മങ്ങളും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. അതിനുശേഷം എല്ലാവർക്കും കേക്ക് വിതരണവും കടുങ്കാപ്പിയും തുടർന്ന് കുട്ടികളുടെ സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ 2ാമത്തെ കുർബാന രാവിലെ 6:30 മണിക്ക് ആയിരിക്കും. ഈ കുർബാനയ്ക്ക് വരുമ്പോൾ ഇവിടെ പ്രദക്ഷിണത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള ശ്രദ്ധിക്കണം. പള്ളിയുടെ കുറേ കൂടുതലേക്ക് കഴിഞ്ഞാൽ പ്രദക്ഷിണം നടത്താൻ അസൗകര്യമായിരിക്കും. അതുകൊണ്ട് വാഹനങ്ങളിലെ പ്രത്യേകിച്ച് കാറുകളും അങ്ങനെയുള്ള വാഹനങ്ങൾ വരുന്നത് താഴെ ഉള്ള ആ വഴിയിൽ 2 സൈഡിലും അകത്തോട്ടുള്ള സ്ഥലത്തുമൊക്കെ പാർക്ക് ചെയ്യിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാവരുടെയും സഹകരണം അതിൽ വേണം. അതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ട് പള്ളിയുടെ പുറകെ കൊണ്ടിട്ട്
ഭക്ഷണത്തിന് ഒരു തടസ്സം ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് കുമ്പസാരം നാളെ മുതൽ രാവിലെ കുർബാനയ്ക്ക് മുൻപും കുർബാനയ്ക്ക് ശേഷവും കുമ്പസാരിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും. കൂടാതെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ 12 മണി വരെയും ഉച്ച കഴിഞ്ഞ് 4 മണി മുതൽ 6 മണി വരെയും കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എല്ലാവരും കുമ്പസാരിച്ച് ഒരുങ്ങി ക്രിസ്മസിന്റെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കണം. അന്ന് തന്നെ നമ്മളെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വർഷാചരണ സമാപനവും നടത്തുകയാണ്. യൗസേപ്പ് പിതാവിന്റെ വർഷം ആചരിക്കുന്നു. അതുപോലെ തന്നെ കുടുംബ വർഷം, ഇതിന്റെയൊക്കെ സമാപനം ഈ 25-ാം തീയതി ആ കുർബാനയിലെ, ക്രിസ്മസിന്റെ കുർബാനയിലെ നമ്മൾ നടത്തുന്നതാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് നാളെ മുതൽ ഇവിടെ പ്രാർത്ഥന കൃത്യമായിട്ട് ചെല്ലുന്നു. വീടുകളിലുമൊക്കെ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥതയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കവർ പിരിവ് അതിൻ്റെ 25-ാം തീയതിക്കാണ് തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. അടുത്ത ഞായറാഴ്ച ക്രിസ്മസ് പ്രമാണിച്ച് സൺഡേ സ്കൂൾ ക്ലാസുകൾ ഉണ്ടായിരിക്കുകയില്ല, അവധിയായിരിക്കും. അടുത്ത ഞായറാഴ്ച 26-ാം തീയതി ഞായറാഴ്ച ദൈവവിളി സെമിനാർ കുട്ടികൾക്കായിട്ട് നടത്തുന്നു. പെൺകുട്ടികൾക്ക് ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 4 മണി വരെയും ആൺകുട്ടികൾക്ക് വൈകിട്ട് 6 മണി മുതൽ 7:30 വരെയും ഓൺലൈനായിട്ട് ദൈവവിളി സെമിനാർ നടത്തുന്നു. കൂടാതെ താല്പര്യമുള്ള കുട്ടികൾ പങ്കെടുക്കുക. നമ്മുടെ ലിങ്ക് പിന്നീട് അയച്ചു തരുന്നതായിരിക്കും. യുവദീപ്തിയുടെ നേതൃത്വത്തിലെ പുൽക്കൂട് മത്സരം നടത്തുന്നുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യുക. അടുത്ത ഞായറാഴ്ച 2ാമത്തെ കുർബാനയ്ക്ക് ശേഷം മരണാനന്തര സഹായ നിധിയുടെ വാർഷിക പൊതുയോഗം കൂടുന്നതാണ്. ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാ അംഗങ്ങളും അതിൽ പങ്കെടുക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഭാരവാഹികളുടെ കാലാവധി ഈ മാസം കൊണ്ട് തീരുകയാണ്. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചുമതല ഏൽപ്പിക്കുകയും ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അംഗങ്ങളും അടുത്ത ഞായറാഴ്ചത്തെ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഇടവകയിലെ ആത്മസ്ഥിതി രജിസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡയറക്ടറി എല്ലാം ഒന്നിച്ച് പിന്നെ നമുക്കൊരു അതിരൂപതയിൽ നിന്നായിട്ട് ഒരു പുതിയ സോഫ്റ്റ്വെയർ മൈ പാരിഷ് എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതിലെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ നമ്മളത് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഒരു ഗുണം, നമ്മൾക്കൊക്കെ ഓരോ വീടുകളിലും ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിനകത്തും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ നിങ്ങളെ കൂടുതൽ സഹായിക്കാനും കാര്യങ്ങൾ പറഞ്ഞു തരുവാനും ഒക്കെ ആയിട്ട് ഈ ദിവസങ്ങളിലെ യുവദീപ്തിയുടെ അംഗങ്ങൾ നിങ്ങളെ വീടുകളിൽ വരുന്നതാണ്. അവർ വരുന്ന നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നു. കുട്ടികൾ 10, 12, 14 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫ്രണ്ടിൽ വന്ന് ലൈനായിട്ട് വന്ന് കേൾക്കുക. ഒക്കെ സജീവമായിട്ട് കുർബാനയും അവിടെ പുറയിലും അവരുടെയൊക്കെ ചില കുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് കയറുകയില്ല. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. അതിന്റെ ഭാവത്തെ രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെടുകയായി ഞങ്ങൾക്ക് ഭാവത്തെ രക്ഷകനെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വീകരിക്കാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കി കർത്താവേ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കരുണ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആഗ്രഹം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സഹോദരനായ ഞങ്ങളുടെ വിശുദ്ധ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർഗോത്സവത്തിനായും ഞങ്ങളുടെ പിതാവുമായ മാർഗോത്സവത്തിനായും മറ്റെല്ലാ പുത്രന്മാരെയും ആത്മീയങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും എന്റെ ശാന്തി സമാധാനം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആഴ്ച എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പകരമായ ജീവിതവും അങ്ങയുടെ ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. തികഞ്ഞ പ്രത്യാശയോടെ നിന്റെ പ്രകൃതിനാൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയകരമായവ മാത്രം ചെയ്യുവാൻ പുണ്യപ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവിനെ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾക്ക് അഭിപ്രായം നൽകുകയും ആശീർവാദം ചെയ്യുകയും ചെയ്യും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത പരിശുദ്ധ സഭായുടെ ദൈവസ്വഭാവത്തിനംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരുത്താൻ യഥാർത്ഥ പൗരത്വത്തിന്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാക്കുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ ഞങ്ങൾക്ക് ആത്മീയാതിരേകത്താൻ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവലി ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അവൻ തെരഞ്ഞെടുത്ത ഈ ജനത്തിന്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി ഗംഭീരപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും ഏതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ജീവനാണ് നമുക്ക് ലേഖനം ചെയ്തവർ പ്രത്യേകയുടെ വിശുദ്ധ പങ്കുള്ളട്ടെ.
പാർക്കുമായും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിവിനോദീട ചെറിയവരെല്ലാം വലിയവരൊപ്പം ആത്മവസിക്കുന്നു എല്ലാരും ആവിനുദ്ധാരത്തിൽ ശരണം തേടുന്നു സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മളിവിടെ വിഷുമാരും ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ ഉത്തരവാദിത്തന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെ പ്രാർത്ഥിക്കുകയും വിശ്വാസങ്ങളെയും സത്യവിശ്വാസം പരിചയം ഈ എല്ലാവരും അനുസരിക്കുകയും ഇവരെ നമുക്ക് സഹായത്തിന് സർഗാലത്തിന് ജീവൻ കാരണമാവട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സർവശക്തനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെ കാരണവും സൃഷ്ടാവുമാകുന്നു. അഭിരാമ്യവും അവർണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകും. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോമിശിഹ തന്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാപകവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സുന്ദരവുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിന് സമീപിക്കുന്നതിന് പൂർത്തീകരിക്കുന്നതിന് സ്വീകരിക്കുന്നതിന് വേണ്ടി ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാകും. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും
ആദ്യം മുതൽ അങ്ങയെ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവസത്തിലും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരി വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടുമെന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും പരിത്യജനമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമായതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളതും കണ്ടവൻ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവത്തിനും ബലിയർപ്പിക്കൂ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നും എല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവും കർത്താവും മഹാവും അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സഭയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയുടെ സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ നിന്നുള്ളവൻ സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിനെ സ്തുതികൾ അർപ്പിക്കാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗ്രഹങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യ അവിഭാജ്യമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുൻപാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാസ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്യങ്ങളും പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ വണ്ണം വെള്ളും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത ദേവീനോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ
കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾക്ക് നൽകിയ എല്ലാ പ്രഭാവനങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി എല്ലാവരും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവതവുമായ രക്ഷാപദ്ധതി മുഴുവൻ കാലത്തിന്റെ തികവിൽ അവിടുന്ന് തന്റെ കാര്യങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിലുള്ള ആദിജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായ ദൈവത്തിന് ബലിയർപ്പിക്കുകയും തന്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ബലപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്ത്രീഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായി രഹസ്യമായി ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വെച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യത്തിനും രക്ഷകരീയ സമ്പന്നതവും ഭയവും പശുത്വവും ജീവനായവും ദൈവികവുമായി രഹസ്യം എളിയവരും കരുകരകീരും നിസാരനുമായി ഞങ്ങൾ നിന്റെ കൃപയാരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനത്തോടുകൂടെ കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ പാപം മൂലം അയോഗ്യനായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരേകത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നവീകരിച്ചും ശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിയും ദൈവികവുമായി ശുശ്രൂഷ അങ്ങയുടെ മുൻപാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായി ഈശോ വഴി ഞങ്ങൾക്ക് എല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ പറയുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവകുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും വസുതവും ജീവകാശിയുമായി ബലി നുറുങ്ങിയ ഹൃദയത്തോടും ആത്മാവോടും കൂടെ അങ്ങയുടെ മകയത്തിന് മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന ധർമ്മവും വസുതവുമായി ബലിയിൽ അങ്ങ് സംപ്രിയരായി കാരുണ്യപൂർവ്വം ഇത് സ്വീകരിക്കണം. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കാൻ ഇടയാക്കണം. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ.
നിർമ്മല ഹൃദയത്തോടും ഏക മനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കാനിടയാകണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തായി, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായി, മെത്രാന്മാരും പുരോഹിതന്മാരും സംശാനന്മാരും സമർപ്പിതരുമായ പ്രേക്ഷകരും തിരുമുൻപിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നത് അവയെ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യനാകുന്നതിനു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുള്ള പശുക്കള സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവർത്തികളോടും കൂടെ തിരുവൻപാകയുള്ള ആരാധനയും വളരാനിടയാകണമേ. പാപിയും അയോഗ്യനുമായ ഈ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാകണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും മത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്ന് യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ കർത്താവാണ്. സൃഷ്ടിക്കപ്പെടാത്തവരെ സ്വരത്തിന്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് യേശുമിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവായാലും സകലം പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും അറിയട്ടെ. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അതരങ്ങളുടെ ഫലമായി സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ നിശ്ചിതരായി പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വസിക്കട്ടെ. ഈ അമ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ചു ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്ക് അനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച എല്ലാവരോടും ഒപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ കർത്താവ് യേശുമിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമായി നമസ്കരിക്കുകയും ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊരു വിധം എന്നോട് നോക്കണമേ. കർത്താവായ ദൈവമേ, പാപമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കഥയുടെ സാദൃശ്യവും സിംഹാസനവുമായി വെല്ലുവിളത്തെ പാപമോചകമായ തിരുശരീരത്തെയും പരിഗുണപൂരിതമാക്കണം. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുചർമ്മവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗ്ഗത്തിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യവും ജീവിക്കുകയും ചെയ്യും. സ്വർഗ്ഗത്തിൽ നിന്നും ജീവൻ നൽകിടും നിത്യം ജീവിക്കും നേടുന്നവൻ സ്വർഗ്ഗം നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ വിശുദ്ധന്റെ മൂല്യഭാഷണത്തിന്റെ രഹസ്യമായി നമുക്കെല്ലാവർക്കും അധ്യാപനങ്ങളെ സമീപിക്കാം. പൂർണ്ണതയോടും വലിയ മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. സംഘത്തോടെ അപരാധങ്ങളുടെ വിദ്യയോടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടുകൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളോ അപരാധങ്ങളും കാര്യങ്ങളോടും ക്ഷമിക്കണം. മഹോന്നത ദൈവമായ നീ സ്വകാര്യത്താൽ വിസ്തരണം സ്തുതിക്കുവാൻ ഞങ്ങൾ അവരങ്ങളെ പാർത്തിരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അമ്മയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവദനമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അമ്മയെ വിളിച്ച് പ്രകാരം ഉപേക്ഷിക്കുന്നു. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അമ്മയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അവയുടേതാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവാൻ അവിടുത്തെ കാരുണ്യത്താൽ നാം പങ്കുചേരുകയും സ്നേഹമാണ് ദൈവം എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം എന്നെ തോളിലേറ്റി താരാട്ടുപാടും നെല്ലിച്ചാഞ്ചക്കമാട്ടുന്ന സ്നേഹം ആ സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം എന്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം എന്റെ കഷ്ടതകൾ നീക്കിടുന്ന സ്നേഹം എന്റെ ദുഃഖങ്ങളേറ്റുവാങ്ങും സ്നേഹം എന്റെ മുറിവുകളിൽ ആശ്വാസമേകി എന്റെ മിഴിനീര് മാറ്റുന്ന സ്നേഹം ആ സ്നേഹം ആ സ്നേഹം ആ ദിവ്യ സ്നേഹമാണ് ദൈവം. എന്റെ
സ്നേഹം, എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എൻ്റെ പാപങ്ങൾ നീക്കിടുന്ന സ്നേഹം, എൻ്റെ ഭാരങ്ങൾ താങ്ങിടുന്ന സ്നേഹം, എൻ്റെ ആത്മാവിലാനന്ദമേകി എന്നെ മാറോടു ചേർക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം, ആ ദിവ്യ സ്നേഹമാണ് ദൈവം. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ശരീരവും പാനം ചെയ്തൊരു രക്തവും ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധി സൃഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്യുന്ന ദൈവപുത്രം, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ നകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിൽ നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയെ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാര്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹോദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുക. നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്രിഹവും പരിശുദ്ധവും ജീവദായിക ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുവാൻ ആരാധിക്കുവാനും കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹനീയ ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദൈവമക്കളാക്കാനും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനും തിരുമനസായ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നെ സ്വീകരിച്ച ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ കൃപ നൽകണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു.
മർത്യകുലത്തിൻ രക്ഷയ്ക്കായി മാനവരൂപമെടുത്തവനാ കർത്താവീശോ മിശിഹാതൻ നാമം പൂജിതമാകട്ടെ. രക്ഷകനീശോ മിശിഹായേ ആമോദത്തോടെതിരേൽക്കാൻ ദൈവത്തിൻ ജനമേ നിങ്ങൾ യോഗ്യതയെന്നും നേടട്ടെ. മിശിഹാതൻ തിരുവചനത്താൽ പാവനമാം നിണഗാത്രത്താൽ പോഷിതരായവരാം നിങ്ങൾ ദിവ്യമഹത്വം ചൂടട്ടെ. ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാണ് ഏൽപ്പിക്കാൻ വരുമോ ഇല്ലയോ? ഇത്രയും നീള മാതാവേ, അങ്ങേ സംഗീതത്തിലൂടെ അങ്ങേ സഹായം തേടി അങ്ങേ മാനസികതയിൽ ഒരു ലോകത്തിൽ കേട്ടില്ലാതെ നീ ഓർക്കണമേ. മാതാവേ, ഈ വിശ്വാസപ്പെട്ട് അങ്ങേ തൃപ്പാദം ഞാൻ അണിയുന്നു. പാപിയായ ഞാൻ അങ്ങേ ത്യാഗത്തെ കാത്തുകൊണ്ട് അങ്ങേ സഭയിൽ നിൽക്കുന്നു. മാതാവേ, എന്റെ അപേക്ഷിക്കാതെ നീ അവർ കേട്ടുകൊള്ളണമേ. ആമേൻ.